നമ്മൾ ആ കേസൊക്കെ ഒരു ധൃതിയും കൂടാതെ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി SIT രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ SITയുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് രണ്ടാമത്തെ റിപ്പോർട്ട് കിട്ടി. ആ രണ്ടാമത്തെ റിപ്പോർട്ട് DGP പരിശോധിച്ച് ഈ അഡീഷണൽ DGPക്ക് അദ്ദേഹത്തെ കേൾക്കാനുള്ള അവസരം കൊടുത്ത് മനസ്സിലായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപടിയെടുത്തു. ആഭ്യന്തര മന്ത്രിയെ കണ്ട്, ഞാൻ കണ്ടു, ഫയൽ കണ്ട് നടപടിയെടുത്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്ത കൊടുത്തു. 2 മാസമാണ് ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം 2 മാസം തികഞ്ഞപ്പോഴേക്കും അത് നടപ്പാക്കി. ഇപ്പോൾ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. മാധ്യമങ്ങളെ വാർത്ത അനുസരിച്ച് ഒരാളെ പിറ്റേ ദിവസം രാവിലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് CATയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ട് സ്റ്റേ പോലും കിട്ടാതിരുന്നത്. എന്തുകൊണ്ടാണ്? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെൻറ്റിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നമുക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് 1, 2, 3, 4 ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. അതിൻ്റെ പുറത്തല്ലേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ട് പിറ്റേ ദിവസം കയറി ഗവൺമെൻറ് നടപടിയെടുത്താൽ ഗവൺമെൻറ് കോടതിയിൽ കേസ് വരുമ്പോൾ എന്തു പറയും? എപ്പോഴും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് EPന്റെ ജോലി ഗവൺമെൻറ്റിൻ്റെയാണ്. ഗവൺമെൻറ് അത് ചെയ്തതിന് എത്രമാത്രം വിമർശനങ്ങളാണ്. ഒരാഴ്ച 10 ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല. ബഹളം ഉണ്ടാക്കില്ല. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല, ഒരു മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം ഈ കാര്യത്തിൽ. നിങ്ങൾ കുറേ ദിവസം 10 ദിവസക്കാലം കൊടുത്ത വാർത്ത ശരിയായിരുന്നോ? അതായിരുന്നോ ശരി? സർക്കാർ ചെയ്തതായിരുന്നോ ശരിയെന്ന് നിങ്ങളൊരു പരിശോധന നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമിലെങ്കിലും നടത്തിയാൽ നന്നായിരുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റാണേ. അതൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ നടക്കും. നടത്തി കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും നടപടി എടുത്തല്ലോ, ബാക്കി പരിശോധിക്കും. അത് നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചെയ്ത കാര്യമല്ല, നേരത്തെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ച് നടപടിയെടുത്തു. ബാക്കിയുള്ള തുടരന്വേഷണം ആസ് യൂഷ്വൽ നടക്കും. പ്ലാൻ വിഹിതമൊന്നും കുറച്ചിട്ടില്ല, അതൊക്കെ തെറ്റായ കാര്യം. പ്ലാൻ ആദ്യത്തെ ഗഡു കൊടുക്കാൻ പോവല്ലേ. പ്ലാൻ വിഹിതം കുറച്ചതിൻ്റെ കാര്യം അസംബ്ലിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ 20,000 കോടി ഇല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയേക്കും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി. കേന്ദ്ര സർക്കാർ 16ാം ധനകാര്യ കമ്മീഷൻ 2.8% കേരളത്തിന് തന്നേക്കും. അപ്പോൾ 2.32 കിട്ടിയുള്ളൂ. അപ്പോൾ 5,000 കോടി പോയി. 20,000 കോടി ഇല്ല. ഞാൻ പറഞ്ഞാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്. ഒരു ധനകാര്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത ക്രൈസിസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5,000 കോടിയെ കുറച്ചുള്ളൂ പ്ലാനിൽ നിന്ന്. എന്നിട്ട് SC STയുടെയും ഫിഷറീസിൻ്റെയും നിലനിർത്തുകയും ചെയ്തു. 35,000 കോടി പ്ലാൻ ആയിരുന്നുവെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു? അവർക്കൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി ചെയ്തു. സ്വാഭാവികമായിട്ടല്ലേ 20,000 കോടി ഇല്ലാത്ത 20,000 കോടി എവിടെ നിന്ന് ഉണ്ടാക്കും? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്പിൽ ഓവർ ചെയ്യണ വർക്കുണ്ട് ഇപ്പുറത്തേക്ക്, അതിൻ്റെ പൈസ കൊടുക്കും നമ്മൾ. നിങ്ങളിത് ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളാണ്. നിങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഈ ഓരോ ഗഡുവും കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് പരിശോധിക്കുക. നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കുകയും കൂടി ചെയ്താൽ നല്ലതാണ്. കഴിഞ്ഞ 2-3 വർഷം, ഞാൻ എന്നോട് റിക്വസ്റ്റാണ്, 2-3 വർഷങ്ങളിൽ ഇത് ആദ്യം ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് എന്നാ കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് 3ാം ഗഡുവാണ്. ആ 3ാം ഗഡു
കൊടുത്തു കഴിഞ്ഞാലുള്ള മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ തീരുകയാണ്. ഇത് ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിൻ്റെ തലേദിവസം കൊണ്ടേ കൊടുക്കുകയാണ്, പിറ്റേ ദിവസം ട്രഷറി അടയ്ക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തൊരു സംസ്ഥാനമാണിത്, മനസ്സിലായേ? നമ്മൾ കൊടുക്കുക, നമ്മുടെ ഗവൺമെൻറ് വന്നതാണ്. ഇത് നമ്മൾ പരിശോധിക്കണം. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. കേരളത്തിൽ റൂറൽ ഏരിയ കുറവാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 300 കോടിയാണ് റൂറൽ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ സെൻസസ് ടൗണുകളുണ്ട്, സെൻസസ് ടൗണ് പലതും പഞ്ചായത്താണ്. ഈ സെൻസസ് ടൗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെല്ലാം അർബൻ ഏരിയയിലേക്ക് കൊടുത്തു. അപ്പോൾ സത്യത്തിൽ റൂറൽ ഏരിയയിലേക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിനൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ടൈഡ് ഫണ്ടാണ്, പല നിബന്ധനകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് 16ാം ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ കേരളത്തിലെ റൂറൽ അർബൻ നിർവചനം അവരുടെ തെറ്റാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ച കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻസസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ടൗൺ ആണെന്ന് പറഞ്ഞിട്ട് അർബൻ ഏരിയയിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ സെൻസസ് ടൗൺ എല്ലാം പഞ്ചായത്തിൻ്റെ കീഴിലാണ്. ഒരുപാടെണ്ണം വളരെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ കീഴിൽ തെറ്റായ ഒരു അസസ്മെൻ്റാണ് 16ാം ധനകാര്യ കമ്മീഷൻ നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ നേരിടുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഞങ്ങൾ I have already explained. He has written a letter, and I have that letter was forwarded to Honorable Home Minister. They will take action accordingly. നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ വിഷ്വൽ കണ്ടോ? വിഷ്വൽ കണ്ടിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. പലരും പ്രതികരിക്കും, കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും, അവർ പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തി? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകൻ്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറയട്ടെ, അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങൾ മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന പറയണം. മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ സ്ത്രീവിരുദ്ധ, എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എൻ്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.